അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഉത്തരമുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്, അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു കാരണമാ പറഞ്ഞത്, കഴിക്കുന്നത് ഹലാലായിരിക്കണം. അറിയുമോ, ഹബീബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ വിരിപ്പിൽ ചിലപ്പോൾ ഈത്തപ്പഴം കാണും, കാരക്ക കാണും, ഈത്തപ്പഴം കാണും. തങ്ങൾക്ക് വിശപ്പുണ്ട്, ആ വീട്ടിലെന്ന് ഭക്ഷണം വളരെ കുറവല്ലേ. തങ്ങൾ പറയുന്നു, വിശന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വായയിലേക്ക് വിശന്നിരിക്കുന്ന ഹബീബായ നബി തങ്ങൾ ആ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വായയിലേക്ക് വെക്കുമ്പോൾ തങ്ങൾ പറയും, എനിക്ക് ഓർമ്മ വരും, ഒരുപക്ഷേ ഈ കാരക്ക, ഈ ഈത്തപ്പഴം സകാത്ത് കൊണ്ടുകൊടുത്ത, ഈത്തപ്പഴത്തിന്റെ സകാത്തായി കൊടുത്ത സകാത്തിലെ ഈത്തപ്പഴത്തിൽ നിന്ന് വല്ലതും എന്റെ വീട്ടിൽ വീണുപോയതായിരിക്കാം. ലൗലാ അന്നി അഖ്ശാ വല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനെ ഈ ഹദീസൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ അന്നി അഖ്ശാ അന്നഹാ മിൻ തംരി സ്വദഖ ലഅകൽതുഹാ. ഇത് സകാത്തിന്റെ കാരക്കയാകുമോ എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു. എന്നാൽ നബി തങ്ങൾ ആ കാരക്ക തിന്നാതെ സ്വദഖ ചെയ്യാൻ വേണ്ടി പറയും, പാവങ്ങൾക്ക് കൊടുക്കാൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. തങ്ങൾക്ക് വിശപ്പുണ്ട്, ഇത് സകാത്തിന്റേതാണെന്ന് ഉറപ്പ് പോലുമില്ല, എന്നാൽ ആകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ വിശന്ന് വന്ന നേരത്ത് പോലും ഹബീബ് തിന്നുമായിരുന്നില്ല. നമുക്കറിയുമോ, ഹബീബായ നബി തങ്ങളുടെ പേരക്കിടാങ്ങളായ ഫാത്തിമ ബീവിയുടെ 2 മക്കൾ അൽ ഹസൻ വൽ ഹുസൈൻ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ നേതാക്കന്മാരാണവർ. ആ പിഞ്ചുമക്കൾ ഹബീബിന്റെ വീട്ടിലൂടെ നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ഈത്തപ്പഴം കിട്ടിയപ്പോ ആ ഈത്തപ്പഴം ഓരോരുത്തരും വായിലേക്ക് എടുത്ത് കഴിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വന്നിട്ട് ആ മക്കളുടെ വായിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഖഖിൻ ഖഖിൻ, മക്കളെ തുപ്പണം, മക്കളെ തുപ്പണം. ഖഖിൻ ഖഖിൻ, തുപ്പാൻ വേണ്ടി പറഞ്ഞു വിരലിട്ട് ആ കാരക്ക ഈത്തപ്പഴം നബി തങ്ങൾ വായിൽ നിന്ന് എടുക്കുകയും പിഞ്ചു പൈതങ്ങളുടെ, എന്നിട്ടത് അത് മനോഹരമായി തോർത്തെടുത്ത് അത് വൃത്തിയാക്കി സ്വദഖയുടെ സകാത്തിന്റെ ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, അമാ അലിംത അന്നഹാ മിൻ സ്വദഖ, ഇത് സകാത്തിന്റെ ഈത്തപ്പഴമാണെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലയോ? വഅന്നഹാ ലാ തഹില്ലു ലിമുഹമ്മദിൻ വലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾക്കോ മുഹമ്മദ് നബി തങ്ങളുടെ ബന്ധുക്കളായ അഹ്ലു ബൈത്തിനോ സകാത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണ് സംഗതി. അതുകൊണ്ട് മക്കളെ, നമുക്കതെടുക്കാൻ പാടില്ല. നോക്കണം, ഇസ്ലാമിലെ സകാത്ത് പോലും അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് എടുക്കാൻ പാടില്ല. സകാത്ത് ഇസ്ലാമിലെ നിയമമാക്കിയത് നബി തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനല്ല. അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾക്ക് സകാത്ത് സ്വീകരിക്കാൻ പറ്റണം. ഹബീബിന്റെ ഭാര്യമാർ മിസ്കീന്മാരാണ്, ഹബീബിന്റെ കുടുംബം മിസ്കീന്മാരാണ്, ഹബീബിന് തന്നെയും മസ്കനത്ത് തങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ നിയമം, സകാത്ത് നബി തങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. സ്വദഖയോ ദാനമോ സ്വീകരിക്കാം, ഹദിയ സ്വീകരിക്കാം, സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പിഞ്ചു മക്കളുടെ വായിൽ നിന്ന് കൈയിട്ടിട്ടാണ് എടുത്തത്. ബഖിൻ ബഖിൻ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ 4-5 ചുറുക്കുള്ള പെൻസിലുമായി വരുമ്പോ എന്റെ മകന്റെ സാമർത്ഥ്യം കണ്ടോ എന്നല്ല പറയേണ്ടത്. മോനെ, ആരുടെ പെൻസിലാണിത്? മോൻ എവിടെ നിന്ന് കിട്ടി? അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം. പിഞ്ചുമക്കൾക്കൊരു പക്ഷേ മോഷണത്തിന്റെ ഗൗരവം അറിയില്ലായിരിക്കാം. അവരുടെ ബാഗുകളിൽ, അവരുടെ സാധനങ്ങളിൽ, കളിക്കോപ്പുകളിൽ, അവരുടെ ടോയ്സുകളിൽ അവരുടേതല്ലാത്തത് കാണപ്പെടുമ്പോൾ മക്കളോട് ഉണർത്തണം, മോനെ, ഇതാരുടേതാണോ അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന്. നമ്മുടെ പിഞ്ചുമക്കളോട് പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ നാളെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമ് കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ മൗനം സമ്മതം
അതിന് വളം വെച്ചു കൊടുത്തേക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വരുന്നു പ്രഗൽഭനായ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളോട് വന്നൊരു അപേക്ഷയാണ്. ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ചോദ്യം, നബിയേ, എന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകണം. എവിടെ ചെന്ന് ദുആ ഇറന്നാലും അല്ലാഹു ദുആ കേൾക്കണം. അതിന് നബിയേ എനിക്കൊരു പൊരുത്തം തരുമോ നബിയേ? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവ, എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ആളായി. സഅദ് ദുആ ഇറന്നാൽ ഉത്തരം വേണം, സഅദ് എവിടെന്ന് ദുആ ഇറന്നാലും ഉത്തരം വേണം. അങ്ങനെ ഒരാളായി ഞാൻ മാറണം നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ തങ്ങൾ ചെയ്തത് സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പണി കാണിച്ചു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഡ്യൂട്ടി കൊടുത്തു. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് അങ്ങനെ അങ്ങ് കൊടുത്തില്ല. തങ്ങൾക്ക് ദുആ ഇറന്നാൽ കിട്ടും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, സഅദേ, നിങ്ങളുടെ ദുആഇന് ഉത്തരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കൊക്കെ ഉത്തരം കിട്ടും. ഈ സദസ്സിലുള്ള ഓരോ മുഅ്മിനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ. തങ്ങൾ പറഞ്ഞു, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിങ്ങൾ തിന്നുന്ന വസ്തുക്കള്, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം സഅദേ. അത് ആരുടേതെങ്കിലും ആവരുത്, പൊരുത്തമില്ലാത്തതാവരുത്. നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ, നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ദുആഇന് ഉത്തരമുണ്ട്. അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ, അങ്ങനെ ഇപ്പൊ പറയണം, മദ്യപാനമല്ല, ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു, വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ. ഇന്ന് ആടലില്ല, സ്ട്രൈറ്റായിട്ട് നടക്കുകയാണ്. ഒരു മന്ദപ്പ് മാത്രമേ കാണൂ. മയക്കുമരുന്നടിച്ച ലഹരിയിലാണ്. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല, ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു, നല്ല നിസ്കാരമുണ്ട്, ഏർപ്പാടൊക്കെ ഉണ്ട്, വളരെ നല്ല സ്വഭാവക്കാരൻ. ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു. അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ്. മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല, തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ്. അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല. വാപ്പാക്ക് മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ്, അവൻ വരുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടക്കുന്നു, കോളേജിൽ പോകുന്നു, ബൈക്കെടുത്ത് പുറത്തു പോകുന്നു. പക്ഷേ അവർ കഴിക്കുന്നത് ഹറാമിന്റെ അംശങ്ങളുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പക്കാരികളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഹറാം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ല. ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട്, മാംസത്തിന്റെ ഭാഗമാവുകയാണ്. ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ്, സ്വർഗമല്ല എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഓർമ്മ വരേണമേ. റസൂലുള്ളാഹി തങ്ങളോട്, നബിയേ, എന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം. അതിന് മറുപടിയാണ് ഹബീബ് കൊടുത്തത്. സഅദേ, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും. അത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. 10 സ്വഹാബിമാരിൽ അശറത്തുൽ മുബശ്ശരീൻ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഒരു
ഇരുത്തത്തിൽ നബി തങ്ങൾ പേരെടുത്തു പറഞ്ഞ 10 പേർ. ഒരുപാട് സ്വഹാബിമാർക്ക് നബി തങ്ങൾ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റ ഇരുത്തത്തിൽ നബി തങ്ങൾ 10 പേരുടെ പേര് പറഞ്ഞതിലുണ്ട് ഈ സഅദ് റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ഇമാമുനാ ബൂസീരി തങ്ങൾ ബുർദയുടെ അവസാന ഭാഗങ്ങളിൽ ഈ 10 സ്വഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇത് രേഖപ്പെടുത്തിയ ഇമാമുനാ ബൂസീരി തങ്ങളുടെ മഖാം ഈജിപ്തിലാണ്, അലക്സാൻഡ്രിയയിൽ. ഇവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തുണ്ട് മഹാനായ ഷാദുലി ത്വരീഖത്തിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ 2 മഹാന്മാര് തൊട്ടടുത്ത അലക്സാൻഡ്രിയയിൽ, ഈജിപ്തിലെ ഖൈറോവിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്ത് ഇമാം ബൂസീരി തങ്ങളുടെ മഖാം. അവിടെ ബുർദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ലൊരു ബുർദയൊക്കെ ചൊല്ലി ആ മഖാമിന് ദുആ ചെയ്യുമ്പോൾ ദുആഇന് ഉത്തരം മുജറബാണ്. നാട്ടുകാർ പറയും ഇവിടെ ദുആഇന് ഉത്തരമുണ്ട് ഈ മഹാന്റെ ഹളറത്തിൽ. ഈജിപ്തുകാരനായ അലക്സാൻഡ്രിയക്കാരനായ ഇമാമുനാ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത്. ثم الرضا عن أبي بكر وعن عمر ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ സ്വല്ലി വസല്ലിം സ്വലാത്തും സലാമും വർഷിക്കണമേ ദായിമൻ അബദൻ എന്നെന്നും അലാ റസൂലിക അലാ ഹബീബിക നിന്റെ മെഹബൂബായ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കണമേ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായവരല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ജവാബായിട്ട് ചൊല്ലുന്നത്. മുമ്പൊക്കെ വാളിന് ബുർദയുടെ വരികൾ ഓതിയിട്ടാ വാള് തുടങ്ങുക. അതൊക്കെ പോയില്ലേ? അതൊരു വലിയ ബറക്കത്താണ്. വാളിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബുർദയുടെ 4 വരി ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോ ഹബീബിന്റെ മദ്ഹല്ലേ. സുബ്ഹാനല്ലാഹ്. ആ സഅദ് റളിയല്ലാഹു അൻഹു സഈദിൻ അത് സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സഈദിൻ സുബൈർ ഇബ്നുൽ അവ്വാം, طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف. പിന്നെ 4 ഖലീഫമാർ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹും. ഈ 10 പേരാണ്. ആ 10 പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു ആടുണ്ടായിരുന്നു, ഒരാട്. ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത്. ദാജിൻ, വീട്ടിലാകെ അതേ ഉള്ളൂ. ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത്, അവരുടെ കുടുംബം ജീവിക്കുന്നത്. ഒരു ദിവസം
ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തിന്നിട്ട് തിരിച്ചു പോന്നു. അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആട് അവിടെ ചെന്ന് ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണ് പറഞ്ഞു, സഅദേ, നമ്മുടെ ആട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത്. ഞങ്ങളത് അറിഞ്ഞില്ല, കണ്ടില്ല. അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല. അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത്. ആ സംഭവം നടന്നതിൽ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരാടിന്റെ പാലാ കുടിക്കാറുണ്ടായിരുന്നത്. പിന്നീട് മരണം വരെ ആ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും സഅദ് എന്നവർ ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ സ്വഹാബിമാർ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ ചോദിച്ചതിന് അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്നു. കാന മുസ്തജാബദ് ദഅവ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ. ഇറാഖിന്റെ ഗവർണറാണ്. ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു. സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ദമഷ്കിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ സ്വഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പോയത് ഇറാഖിലേക്കാണ്. ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വസ്വാസം. മൂല്യരെ പറ്റി ഉസ്താദ്മാരാകുമ്പോ അങ്ങനെയാണല്ലോ. ബസ്സിൽ വന്ന ഉസ്താദ് വലത്തേക്കാല് വെച്ചിട്ടാണോ ഇറങ്ങിയത്? ബസ്സെന്ന് കയറിയപ്പോ ഇടത്തേക്കാലാണല്ലോ വെച്ചത്. ഇങ്ങനെ വെറുതെ ഉസ്താദ്മാരെ കാൽമുക്കം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ നാട്ടിലും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ? എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട്, നമ്മളൊക്കെ നോക്കാൻ നോക്കണ്ടേ നമ്മൾ. എന്നിട്ട് അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു നല്ല മഹാനാണ്. സഅദ് തങ്ങളെ പറ്റി പരാതി ഉമർ തങ്ങളുടെ അടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ സ്വഹാബിയെ കുറിച്ച് നാട്ടുകാരുടെ വക മഹല്ല് ഭാരവാഹികൾ കത്തെഴുതി കൊടുക്കുക, സഅദ് എന്നവരെ പിൻവലിക്കണം, അദ്ദേഹത്തെ ഇവിടെ പറ്റൂല, അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല, സഅദ് റളിയല്ലാഹു തആല അൻഹു നീതിയോടുകൂടെ ഓഹരി വെക്കുന്നില്ല, ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്, ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല. പിന്നെ ഉമർ തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല. അത് ശരിയാണോ എന്ന് അന്വേഷിക്കും. അത് നമ്മളും ചെയ്യണം. فتبينوا يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. سورة الحجرات. ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങളത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുതേ, അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ. അതതിന്റെ അർത്ഥം. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണ്ട. എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട്. അവസാനം പറയേ അതങ്ങനെ അല്ലല്ലോ, അത് വെറുതെ വിട്ടതെന്നല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നോ നടന്നത് നവംബർ 1 നടന്നാന്ന് പറയാം. അത് 2017 നവംബറിൽ സംഭവിച്ചതാ. 2019 ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോ എന്ന് ആ സാധു ഫോർവേഡ് ചെയ്യും. അപ്പൊ എല്ലാവരും കണ്ടോളൂ, സംഗതി എന്നോ നടന്നതാണ്. എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. ഒന്നും വിശ്വസിക്കാൻ വയ്യല്ലോ. ഉമ്മമാർക്ക് പാവങ്ങളായി പെണ്ണുങ്ങൾ ഒരു കാര്യത്തിലാണ്. എന്തൊക്കെ വീഡിയോകൾ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും. തബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദ്ഹുദ് പക്ഷി, വുഡ്പെക്കർ, ഹൂപ്പു, ഹൂപ്പോ, إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുപ്പോ, ആ മരംകൊത്തി പക്ഷി, സുലൈമാൻ നബിയെ യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. അവൾക്ക് അധികാര പീഠമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. وجدتها وقومها يسجدون للشمس من دون الله. ശീബാരാജ്ഞിയും അവരുടെ നാട്ടുകാരും അല്ലാഹുവിനെ വണങ്ങാതെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് പിശാച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസദ്ദഹും അൻ സബീലി ഫഹും ലാ യഹ്തദൂൻ. ഈ ാണ് ഹുദ്ഹുദ് പക്ഷി വന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഖാല സനൻദുറു
അസ്വദഖ്ത അം കുൻത മിനൽ കാദിബീൻ. ഹുദ്ഹുദ് പക്ഷിയെ, നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. അതാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്, അത് വലിയ കുറ്റമാണ്. ഖീല വഖാൽ, ആര് പറഞ്ഞു, അഡ്രസ് ഇല്ല, എവിടെ നിന്ന് കിട്ടി, ആരും, അങ്ങാടിയിലെ പാട്ടാണല്ലോ, ഈ പാട്ടാരാ പാടുന്നത്, ആരും ഒറ്റ പാട്ടുകാരനുമില്ല, അങ്ങാടി പാട്ടാണല്ലോ എന്ന് പറയും. ആരായി പാടുന്നത് അങ്ങാടിയിൽ? ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല. അത്തരം വാർത്തകൾ ഒരു മുസ്ലിം പറയരുത്, എടുത്തുദ്ധരിക്കരുത്, ആർക്കും ഫോർവേഡ് ചെയ്യരുത്. നമുക്ക് നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ്. അഡ്രസ് ഇല്ലാത്ത വാർത്തകൾ പറയരുത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കാൻ പോകുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട്, ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂലം വരെ നിൽക്കാറില്ല എന്നാണ്, ചില മഹല്ല അങ്ങനെ ഉണ്ടാവും. ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവർ പോരും, ഈ നാട് ശരിയാവില്ല. ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാൻ അന്നത്തെ കാലത്ത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സഅദിനെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ. അങ്ങനെ ഉമർ തങ്ങളുടെ പ്രതിനിധി വന്നു. ഉമർ തങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക്. അപ്പോ തേങ്കുപ്പിണ്ട്, അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ, നമ്മൾ ഇവിടെ തന്നെ വേണത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ അങ്ങനെ പറഞ്ഞ പോരെ, ഇത്രയല്ലേ ഉള്ളൂ, ആകത്രേ ഉള്ളൂ. ഇനിയുണ്ടോ? ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 ഉള്ളൂ. ഒരു 1000 റുപ്യ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ 500. കുറച്ചാൾക്കാർക്ക് ചാൻസ് ഉള്ളൂ. അള്ളാഹു അതിൽ ശിഫ നൽകട്ടെ. തേനാണ്, അള്ളാഹു ശിഫയുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട. അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും. അള്ളാഹുവെ, നീ ഈ തേനിൽ അത്ഭുതകരമായ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ സമയത്തേക്ക് എത്താൻ ഇനി 13 മിനിറ്റേ ബാക്കിയുള്ളൂ. അവന്റെ ഇടക്കത് ഇൻഷാ അല്ലാഹ് വിതരണം ചെയ്ത് കഴിയണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി അന്വേഷിക്കാൻ എന്താ അറിയ, സമയം പറയണത്, ആർക്കെങ്കിലും മൂത്രയ്ക്കാൻ മുട്ടുണ്ടെങ്കിൽ കുടിച്ചിക്കാൻ പറ്റുന്നില്ല, അത്ര നേരം നിന്നാ മതി എന്ന് പറയാനാ. മൂലയിൽ പാതിരാക്കുവോ എന്ന് പേടിക്കണ്ട. ആ കറക്റ്റ് ടൈം ടു ടൈമാണ് നമ്മുടെ പരിപാടി. പറഞ്ഞ ടൈമിന് തുടങ്ങുക, പറഞ്ഞ ടൈമിന് അവസാനിപ്പിക്കുക. മുഷിപ്പിക്കരുത്, ബോറടിക്കരുത്. ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പറഞ്ഞതൊക്കെ നമുക്കനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ, ഒരുപാട് ഹദീസുകളാണ് കേട്ടത്, ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ പറഞ്ഞയച്ചു ഇറാഖിലേക്ക്. ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു, ഇതാ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ്. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ജമാഅത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, ആർക്കൊരു പരാതിയില്ല. അടുത്ത പള്ളിക്ക് പോയി, ഞാൻ ഉമർ എന്നവരുടെ ഖലീഫയുടെ ദൂതനാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ. അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് അല്ല, മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം. പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ്. ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ. ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ. അങ്ങനെയാണ് ഖിലാഫത്തുർ റാഷിദയുടെ ആദ്യകാലം. പിന്നെ അലി റളിയല്ലാഹു അൻഹു ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു. അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി. അവസാനം മസ്ജിദ് ബനി അസദ്, ഇറാഖിലെ ഒരു ഗോത്രം, ബനു അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞു. കാര്യമായ പരാതി വരുന്ന മഹല്ലാണത്. അപ്പോ ദൂതൻ അവിടെ നിന്ന് ചോദിച്ചു, അല്ല സഅദ് എന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ? ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒന്നും. ഉറപ്പല്ലേ? ഇല്ല എന്ന് പറഞ്ഞിന് വേറെ പരാതി വരരുത്. ഞാൻ അമീറുൽ മുഅ്മിനീൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാൻ. എന്താ പരാതി? പറഞ്ഞോളൂ. ഈ സഅദ് അമാ ഇൻ സഅൽതനാ ബില്ലാഹ് ഫലാ ബുദ്ദ അൻ നസ്ദുഖക, ചോദിച്ചതുകൊണ്ട് പറയാണ്, സത്യം പറയാണ് എന്ന് പറഞ്ഞു. പറയണ നുണയാണ്, പറഞ്ഞ ഞാൻ സത്യം പറയാണ്.
എന്നിട്ട് എന്ത് പറഞ്ഞു? സഅദ് അമാ ഇന്ന സഅദൻ ലാ യഖ്സിമു ബിസ്സവിയ്യ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. വലാ യഅദിലു ഫിൽ ഖദിയ്യ, ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത്, നീതി സ്ഥാപിക്കേണ്ടിടത്ത് സഅദ് റളിയല്ലാഹു അൻഹു നീതി ഉണ്ടാകാറില്ല. സ്വഹാബിനെ പറ്റി പറഞ്ഞ് നീതി ചെയ്യൂല. പിന്നെ പറഞ്ഞു വലാ യഖ്റുജു ഫിസ്സരിയ്യ, ആള് പേടിത്തൊണ്ടനാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ സഅദ് എന്നവരോട് ഇരിക്കും, ഞങ്ങളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് വരലാണ്. നുണയാണ് അയാളെ പറഞ്ഞത്. സഅദ് തങ്ങൾക്ക്, നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണടച്ചിരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ. എന്താ ചെയ്യ പടച്ചവനെ? ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമുക്കറിയാം, അള്ളാഹുക്കും അറിയാം ആ വിഷയം അങ്ങനെയല്ല. മനുഷ്യന്മാര് പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ആളുകൾക്ക് ഈ പ്രശ്നേ സമാധാനത്തിന് പറയും. ആളുകളുടെ പ്രകൃതി അങ്ങനെയാണ്. ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മനസ്സിലുള്ളവരിട്ടോ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കേണ്ടത്. എല്ലാവരും നമ്മളെ മോശമുള്ളൂ, ബാക്കിയൊക്കെ നല്ലവരാണ്. അങ്ങനെയാണ് നമ്മളെ പറ്റി വിചാരിക്കേണ്ടത്. നമ്മൾ മോശമാണ്, ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ്. അങ്ങനെ മുഅ്മിൻ വിചാരിക്കേണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം പൊട്ടി. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉഹദിൽ യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർ ചിന്നിച്ചിതറിയോടിയപ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ ഒരു പാറയുടെ ഒരു കട്ടുണ്ടായിരുന്ന ഒരു പാറയുടെ ഒരു എന്താ പറയാ, 2 പാറക്കഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു ഇടയുണ്ട്. ആ ഇടയിൽ പോയി നബി തങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് പറഞ്ഞിരുന്നു. കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ മതിലൊക്കെ വെച്ച് മൂടിയിരുന്നു. നബി തങ്ങൾ ഒളിച്ചിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇപ്പോഴും നല്ല സുഖം. ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് അവരൊക്കെ വേലിക്കിട്ട് മൂടിയിട്ട് ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോളി എന്ന് പറയലാണ് സാധാരണ. അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും തുരത്തോടിച്ച് ശത്രുക്കൾക്കെതിരെ അമ്പെയ്യുന്നുണ്ട്. എല്ലാ സ്വഹാബിമാരും ബഹുഭൂരിഭാഗം ആളുകൾ ചിന്നിച്ചെതിരിയോടി. ചരിത്രം നമുക്കറിയാം. ജബലുർ റമാത്ത് എന്നൊരു ചെറിയ കുന്നാണ്. നമ്മളൊക്കെ കയറി ഇറങ്ങും അല്ലേ? ആ കുന്ന് ഉംറക്ക് പോകുമ്പോൾ കാണൂലേ? ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണിത്. ഇവിടെ നബി തങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു, 10-70 പേർ. അവര് താഴെ ഇറങ്ങി. അപ്പോഴാ സഅദ് എന്നവർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിറകിലൂടെ വന്ന്, അന്ന് ഖാലിദ് ബിൻ വലീദ് എന്നവർ മുസ്ലിമല്ല. അങ്ങനെ വലിയ നഷ്ടമുണ്ടായി ഉഹദിൽ. ചരിത്രം അറിയാം. ആ സമയം സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെയുണ്ട്. അമ്പെയ്ത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇർമി സഅദൻ ഫിദാക അബീ വ ഉമ്മീ, സഅദേ അമ്പെയ്തോളു സഅദേ, ധീരമായി മുന്നേറിക്കോളു സഅദേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ്. നബി തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സഅദേ എന്ന ഒരു സ്നേഹത്തിന്റെ വാക്ക് നബി തങ്ങൾ സഅദ് എന്നവരോടല്ലാതെ സ്വഹാബിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ്. ഇർമി ഫിദാക അബീ വ ഉമ്മീ, സഅദേ എന്റെ ഉമ്മയും ഉപ്പയെക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്നൊരു പ്രയോഗമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെ പറ്റി, സഅദ് എന്നവർ യുദ്ധത്തിന് വരില്ല. സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് നിസ്കരിക്കുന്ന ഉസ്താദിനെ പറ്റി നിസ്കരിക്കുന്നില്ല, എങ്ങനെ ഉണ്ടാവും? സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആ ഇറക്കാൻ പോകുന്നു. തന്റെ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചയിലകൾ തിന്നുവന്നതിന് ശേഷം ആ ആടിന്റെ പാല് കുടിക്കാത്ത സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ എനിക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകണം നബിയേ എന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക്, സഅദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണത്. സഅദ് റളിയല്ലാഹു അൻഹു ദുആ ഇറക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അല്ലാഹു തുറന്നു തരും. അല്ലാഹുവിലേക്ക് കൈയുയർത്തും. അല്ലാഹുമ്മ പടച്ചവനേ, ഇൻ കാന അബ്ദുക ഹാദാ
അല്ലാഹുവേ, ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എന്നെപ്പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യനൊരു മുന്തിയ ആളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനുമാണെങ്കിൽ, സത്യമല്ലെങ്കിൽ നോക്കണം, അങ്ങനെയാണ് നേരണ ദ്വാരക്കല്ല, അള്ളാഹു നശിപ്പി, അങ്ങനെയല്ല. ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ, അയാൾ അന്യായമാണ് എന്നെപ്പറ്റി പറയുന്നതെങ്കിൽ അയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ദീർഘായുസ് കൊടുക്കണേ. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് പിന്നെ വരാനുണ്ട്. അയാളുടെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്കണമേ. അവനെ ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണേ, ഫിത്നകളിൽ അകപ്പെടുത്തേണമേ. ഇത് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണത്. അല്ലാഹുവേ, എന്നെപ്പറ്റി ബനൂ അസദ് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിത്നയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല, ഇനി എനിക്ക് അധികാരം വേണ്ട, എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട, ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർ വഫാത്താവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസദുകാരൻ, ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രായമായി. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് ബഗ്ദാദിന്റെ തെരുവുകളിൽ അദ്ദേഹം ഭിക്ഷായാചന നടത്താൻ തുടങ്ങി. 110 വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ, ഇറാഖിലെ സൂക്കിൽ ഇയാൾ ചെല്ലും. അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും. അപ്പൊ ആളുകൾ പറയും, മനുഷ്യ, ഈ തൊണ്ടൻ പ്രായമായി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത്. ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത്? ആ മനുഷ്യനെ ഫിത്നയിൽ അകപ്പെടുത്തണേ എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തോണ്ടാൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ. അസ്വാബതിനി ദഅവത്തുർ റജുലിസ് സാലിഹ് സഅദ് ഇബ്നു അബീ വഖാസ്. പെൺകുട്ടികൾ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത്, പക്ഷെ എന്നിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വാലിഹായ സഅദ് ഇബ്നു അബീ വഖാസ് എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ആ ദുആ ആണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തേ കാരണം? ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അത് അർശിലേക്ക് പോയി തട്ടുന്ന ദുആയാണ്. അത് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുആയാണ്. നബിയേ, എനിക്ക് ദുആക്ക് ഉത്തരം വേണം, എനിക്ക് ദുആക്ക് ഉത്തരമുള്ള ആളാക്കണം നബിയേ. സഅദേ, ഹലാല് തിന്നണേ, ഹലാല് ഭക്ഷിക്കണേ, നിങ്ങളുടെ വായിലൂടെ പോകുന്നത് ഹലാലാവണേ. അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരും. ആ ദുആക്ക് ഉത്തരമാണ് സഅദ് തങ്ങളിൽ കണ്ടത്. ആ ഉത്തരമാണ് സുഫിയാൻ ഇബ്നു സഈദ് തൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും. ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട, നുണ പറഞ്ഞ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല, വഞ്ചനയുള്ള ഒരു ഏർപ്പാടും വേണ്ട. അതിന് പ്രയാസമാണ്. എന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മതി എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. യുവാക്കളെ, ചെറുപ്പക്കാരെ, മയക്കുമരുന്നിൽ നിന്ന് വിട്ടു നിൽക്കണേ, മദ്യപാനം നിന്ന് വിട്ടു നിൽക്കണമേ. നിബിധങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ, ഈ ലോകത്താരെങ്കിലും മദ്യപിച്ചാൽ
കാന ഹഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാലി യൗമൽ ഖിയാമ. നരകത്തിൽ കത്തിയാളുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം, അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക്, മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നുകൂടെ പറഞ്ഞു. മൻ മാത മുദ്മിന ഖംറിൻ, മദ്യത്തിന്റെ ലഹരിയിൽ, മയക്കുമരുന്നിന്റെ ലഹരിയിലെങ്ങാനും ഒരാൾ മരിച്ചാൽ, എത്ര യുവാക്കളാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മരിച്ചു പോയത്, എത്ര ആളുകളാണ് ലഹരിയിൽ മരിച്ചു പോയത്. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ലഖിയല്ലാഹ കആബിദി വസനിൻ, ബിംബാരാധന ചെയ്യുന്നവരെ പോലെയാണ് അവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. 11, 18, 17 പറഞ്ഞ സമയമായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ, സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഹലാല് മാത്രം തിന്നുന്നവരും ഭുജിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ആക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന്റെ മാലിന്യങ്ങളെ നീ തുടച്ചു നീക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്തതികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ പരിപാടി ഓൺലൈൻ വീക്ഷിച്ചവര്, അല്ലാഹുവേ, പല നിലക്കും ഈ പരിപാടിയോട് സഹകരിച്ചവർ, ഞങ്ങളെല്ലാവരെയും നീ കഴുകി ശുദ്ധിയാക്കണേ റഹ്മാനെ. രോഗികളുണ്ടല്ലോ, നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് കടബാധിതകൾ കുടുങ്ങിയ ആളുകളുണ്ട് റബ്ബേ. സലാമത്തിന്റെ വഴി നീ എളുപ്പമാക്കേണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയ നൽകണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹം നൽകണേ റബ്ബേ. അല്ലാഹു, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. തുടങ്ങിയവർക്കത് പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. പൂർത്തിയായവർക്കതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തർക്കും ഖൈറായ യോജിച്ച ഹലാലായ വരുമാനം, ജോലി, കച്ചവടം എന്തോ നീ വിധിച്ചത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഒരാളിന്റെയും ഒരു ഹക്കും ഞങ്ങളിലേക്ക് വന്നുപെടാതെ, ഞങ്ങളുടേതിന് നഷ്ടപ്പെട്ടാലും മറ്റൊരാളിന്റെ പൊരുത്തമില്ലാത്തത് വേണ്ട എന്ന ഒരു ചിന്ത ഞങ്ങളുടെ കൽബിലേക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ നീ ഞങ്ങൾക്ക് ഈ ഇൽമ് പറയപ്പെട്ട മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എന്നേക്കുമായി പൊരുത്തപ്പെട്ട് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ ആൺമക്കളും പെൺമക്കളും അവരെ നല്ലവരായി വളർന്ന് അവരിൽ കൺകുളിർമ നൽകണമേ അല്ലാ. അവർ നല്ലവരായി പഠിച്ച് ഖുർആനിന്റെ ഹാഫിദീങ്ങളും ആലിമീങ്ങളുമായി റബ്ബേ അവരെ കാണാനുള്ള ഭാഗ്യം നൽകണമേ റഹ്മാനെ. ഒരുപാട് പ്രൊഫഷണൽ വൊക്കേഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന ഞങ്ങളുടെ മക്കള് അവരാരും വഴിതെറ്റിപ്പോകാതെ അവർക്ക് ഹലാലായ ജീവിത വഴി നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പഠിക്കുന്നവരുണ്ട് റഹ്മാനെ, ഡിഗ്രിക്കും അല്ലാത്തതിനും പഠിക്കുന്ന മക്കളുണ്ട്. അവർക്ക് നല്ല വിജയവും ബുദ്ധിയും ഓർമ്മയും അച്ചടക്കവും നല്ല സംസ്കാരവും നൽകണമേ റബ്ബേ. അല്ലാഹു, ഈ പരിപാടിക്ക് വേണ്ടി സ്ഥലം അനുവദിച്ചു തന്നവരാരോ അവർക്ക് നീ നിന്റെ സ്വർഗ്ഗലോകത്ത് വീട് കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ പരിപാടിക്ക് വെള്ളം വിതരണം ചെയ്തവർ, കുടിവെള്ളം കൊടുക്കുന്നത് എത്ര കൂലിയുള്ള വിഷയമാണ്. ആരൊക്കെ അതിന് സഹായിച്ചോ, ഈ പരിപാടിയുടെ ആദ്യാന്ത്യം വരെ ആരെല്ലാം ഇതിന് ഓടിച്ചാടി നടന്നിട്ടുണ്ടോ, അവരുടെ അധ്വാനവും വിയർപ്പും ഉറക്കമിളച്ചതും നിനക്കറിയാം അല്ലാഹുവേ. നീ അതിന് അർഹമായ കൂലി നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഓരോ സഹോദരിമാരും ഓരോരുത്തരും വിവിധങ്ങളായ ഉദ്ദേശങ്ങളെ വെച്ച് ദുആ ഇറക്കാൻ ഇവിടെ വസിയ്യത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കള് നന്നാവാൻ വേണ്ടി, വിവാഹ ബന്ധങ്ങൾ ശരിയാവാൻ, വീടിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാവാൻ, പ്രയാസങ്ങൾ ഇല്ലാതെയാവാൻ, മരിച്ചുപോയ ഭർത്താവിന് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ, മക്കൾ നല്ലവരായി വളരാൻ, അങ്ങനെ അല്ലാഹുവേ വിവിധങ്ങളായ ദുആ വസിയ്യത്തുകൾ എല്ലാം സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു കാൽ മുറിക്കപ്പെട്ട് മറ്റേ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു ചികിത്സയിൽ കഴിയുന്ന അബ്ദുസ്സലാം എന്നൊരു സഹോദരൻ പെരുമ്പാവൂരുകാരൻ, അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അപസ്മാരമുള്ള കുട്ടികളുണ്ട് റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ,
സ്വർണവും കമ്മലുകളും മോതിരവുമായി ഇവിടെ ദുആ വസിയത്തിന് ഏൽപ്പിച്ചവരുണ്ട്. അവരെന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹുവേ അത് നീ സഫലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. കയ്യിന്റെ വേദനയും ശരീരത്തിന്റെ വിഷമങ്ങളും ഓരോന്നോരോന്ന് എഴുതി ചോദിച്ചിവിടെ ദുആ ഇറക്കാൻ വസിയത്തുണ്ട്. എല്ലാം വിശദമായി പറയാതെ അറിയുന്നവനെ, ഞങ്ങൾ ഓരോരുത്തരും ചെറുതും വലുതുമായ വേദനകൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. വലിയ വലിയ സുഖങ്ങൾ ഉള്ളവരുണ്ട് ഞങ്ങളുടെ ബന്ധുക്കളിൽ, അല്ലാഹുവേ കൂട്ടുകാരിൽ, ഞങ്ങൾ ഓർക്കുന്നവരിൽ, ഞങ്ങളുടെ പരിചയക്കാരിൽ എല്ലാവർക്കും ഈ ദുആ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അത്ഭുതകരമായ ശിഫ നൽകണേ തമ്പുരാനെ. ഇവിടുത്തെ തേൻകുപ്പികൾ സ്വീകരിച്ചവർക്ക് അത്ഭുതകരമായ ശിഫ കൊടുക്കൂ റബ്ബേ, അത്ഭുതകരമായ ഇജാബത്ത് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നിന്റെ ഹബീബ് പറഞ്ഞ അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, നിങ്ങൾ കഴിക്കുന്നതും തിന്നുന്നതും ജോലി ചെയ്യുന്നതും ഹലാലാവണേ, നിങ്ങളുടെ ദുആഇന് ഉത്തരമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഉപദേശം ഞങ്ങൾക്കും ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തൗഫീഖ് അരുളണേ റഹ്മാനെ. അല്ലാഹുവേ മരണം ആസന്നമാകുന്ന സമയം വരേക്കും അല്ലാഹുവേ ഞങ്ങൾക്ക് പരിപൂർണമായ ആഫിയത്ത് നിലനിർത്തി തരണേ തമ്പുരാനെ. അർഹമർ റഹീമേ, ഞങ്ങൾ പഠിച്ച ദാറുൽ ഹുദയെ സഹായിച്ചവരെ, ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവരെ, ഈ മഹല്ലിലെ പള്ളിക്കും മദ്രസക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും SKSF-ന്റെ പ്രവർത്തനങ്ങളുമായൊക്കെ സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാരും അല്ലാത്തവരുമായവർ അർഹമർ റഹീമേ, വിവിധ നാടുകളിലെ പള്ളികളും മദ്രസകളും നിനക്ക് വേണ്ടി പരിപാലിക്കുന്നവർ, ദീനീ സ്ഥാപനങ്ങളെ കാത്തുകൊള്ളുന്നവർ, അല്ലാഹുവേ അവരുടെ സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി എടുത്തു കൊടുക്കുന്നവർ എല്ലാവരെയും, എന്നാൽ ഒന്നും കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്റെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു റബ്ബേ എന്ന് വേദനയോടെ പറയുന്ന പാവപ്പെട്ട മിസ്കീന്മാർക്കും അല്ലാഹുവേ ദാനം ചെയ്ത പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ദാരിദ്ര്യമില്ലാതെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു ഒരാളോടും യാചിക്കേണ്ട ഗതികേട് വരാതെ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവാസികളായ സഹോദരന്മാർക്ക് അല്ലാഹുവേ നീ സുരക്ഷ നൽകണേ റബ്ബേ, അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഇന്ത്യ രാജ്യത്തെ സമാധാനം ഉണ്ടാക്കണേ റബ്ബേ, അത് നിലനിർത്തി തരണേ തമ്പുരാനെ. ആരെല്ലാം അതിന് ഭംഗം വരുത്താൻ രംഗത്തിറങ്ങിയിട്ടുണ്ടോ അല്ലാഹു അവരെ നീ പിന്തിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളോട് കരുണയില്ലാത്തവരുടെ കരങ്ങളിൽ ഞങ്ങളുടെ അധികാരങ്ങൾ ഏൽപ്പിക്കരുതേ തമ്പുരാനെ. കാരുണ്യവാനേ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് യാത്രയാവുന്ന ദിവസം, ഈ ലോകത്തോട് മരണപ്പെടുന്ന ദിവസം ഒരു നല്ല ദിനമാക്കണേ റബ്ബേ, ഒരു നല്ല സമയമാക്കണേ അല്ലാഹ്. അത് നിന്നെ കാണാനുള്ള യാത്രയാണെന്ന സന്തോഷം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. ആ ഹബീബിനെ ഞങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ മുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകിയവരിൽ ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഖബർ സ്വർഗമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഒരുപാട് ബന്ധുക്കൾ മരിച്ച് ഞങ്ങളുടെ പള്ളിക്കാടുകളിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ വീടിൽ കിടന്നുറങ്ങിയവർ ഇന്ന് മണ്ണിന്റെ ഉള്ളിലാണ്. അല്ലാഹുവേ നീ അവർക്ക് ആ ഖബറിടം സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരിൽ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. മുഅ്മിനീങ്ങളാണല്ലോ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നാളെ അവരെയും ഞങ്ങളെയും സ്വർഗലോകത്തൊരുമിച്ച് കൂട്ടണേ റബ്ബേ. മരണത്തിന് മുമ്പ് ഒരുപാട് തവണ ഉംറയും ഹജ്ജും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കാരുണ്യവാനേ, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും നരകത്തിന്റെ മീതയുള്ള സിറാത്തിലൂടെ മിന്നൽ പോലെ കടക്കാനും ഒരു നിമിഷം പോലും നരകത്തിൽ വീഴാതെ നാളെ നിന്നെ കാണാനുള്ള ലിഖാഇന്റെ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക في غير ضراء مضرة ولا فتنة مضلة آمين برحمتك يا أرحم الراحمين.
بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുമ്പോഴേ വാഹനങ്ങളും തിക്കും തിരക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വളണ്ടിയർമാർ അവരുടെ നിർദ്ദേശങ്ങൾ നിർബന്ധമായും എല്ലാവരും പാലിക്കണം. നമ്മുടെ വാഹനങ്ങൾ ബ്ലോക്ക് ആവരുത്. സഹോദരിമാരും പുരുഷന്മാരും ഒരുമിച്ച് തോളുരുമി നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇതിനില്ല ഒരു പരിപാടി കഴിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. എല്ലാവരും ചൊല്ലിക്കോളൂ. സുബ്ഹാനകല്ലാഹുമ്മ وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. ഇങ്ങോട്ട് എന്നെ ക്ഷണിച്ചതിന്, ഇവിടെ വരാൻ അവസരം നൽകിയതിന്, നല്ല മൈക്ക് നല്ല കാര്യങ്ങളൊക്കെ ആയി ഇവിടെ റാഹത്തായി അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായി. അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗലോകത്തിൽ വെച്ച് കൂട്ടിത്തരട്ടെ. നിങ്ങളുടെ ദുആകളിൽ ഓർമ്മ ഉണ്ടെങ്കിൽ, അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ, മറന്നാലോ, ഓർമ്മ ഉണ്ടെങ്കിൽ ഉണ്ടാവുമ്പോൾ എന്നെയും ദാറുൽ ഹുദയെയും സാധുമാരെയും കുടുംബത്തെയൊക്കെ ഒന്നെന്ത് ചെയ്യുക, കൂട്ടത്തിൽ ഒന്ന് പെടുത്തിയേക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കും ദുആ ഇറക്കാം. അസ്സലാമു അലൈക്കും.